നമസ്കാരം. ഇന്ന് ഒരുപാട് ആൾക്കാർ ക്രിസ്റ്റൽസ് ഉപയോഗിക്കുന്നുണ്ട്. ക്രിസ്റ്റൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് സ്റ്റോണാണ്. അത് ഫെങ് ഷുയിൽ ഒരു 5 എലമെൻറ്റ്സിൻ്റെ ഒരു തിയറി ഉണ്ട്. അതിൽ 5 എലമെൻറ്റ്സിൽ വരുന്ന ഒരു എലമെൻ്റ് എന്ന് പറയുന്നത് എർത്ത് എലമെൻ്റാണ്. അപ്പോൾ ഈ എർത്ത് എലമെൻറ്റിനെ എൻഹാൻസ് ചെയ്യാനായിട്ട് നമുക്ക് ധാരാളമായിട്ട് ക്രിസ്റ്റലുകൾ ഫെങ് ഷുയിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ക്രിസ്റ്റലുകൾ എന്ന് പറയുമ്പോൾ പല രൂപത്തിലുണ്ട്. ഒന്ന് അതിൻ്റെ റോക്കായിട്ടുണ്ട്, പിന്നെ അതിൻ്റെ ചെറിയ ചെറിയ സ്റ്റോൺസ് ആയിട്ടുണ്ട്, അതിൻ്റെ ചെറിയ ബീഡുകളായിട്ടുണ്ട്, അതുപോലെ തന്നെ ബ്രേസ്ലെറ്റിലായിട്ട് നമുക്ക് ഉപയോഗിക്കാം, മാലകളായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഒരുപാട് തരത്തിലുള്ള സ്റ്റോണുകളുണ്ട്. അത് പല നിറത്തിലും പല രൂപത്തിലും ഒക്കെ അതുണ്ട്. അപ്പോൾ നമുക്കിത് ചിലർ ചോദിക്കുന്നുണ്ട്, ഇത് നമുക്ക് എല്ലാവർക്കും ധരിക്കാൻ പറ്റുമോ, അതല്ലെങ്കിൽ നമ്മുടെ നാളുകൾ നോക്കിയിട്ടാണോ ഈ സ്റ്റോൺ ധരിക്കേണ്ടത്, അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ടാണോ ഇത് ചെയ്യേണ്ടതെന്നൊക്കെ ഒത്തിരി പലർക്കും പല സംശയങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ രത്നങ്ങളാണ് നമ്മൾ ഈ ഡേറ്റ് ഓഫ് ബർത്തും അല്ലെങ്കിൽ നാളുകളൊക്കെ നോക്കിയിട്ട് ധരിക്കുന്നത്. ഇന്ന നാളിന് ഇന്ന സ്റ്റോൺ എന്നുള്ള രീതിയിൽ ധരിക്കുന്നത് രത്നങ്ങളാണ്. ഇത് രത്നങ്ങളുടെ വിഭാഗത്തിൽ ഉപരത്നങ്ങളായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ഈ ഉപരത്നങ്ങൾ നമുക്ക് ഓരോരുത്തരുടെ ആവശ്യങ്ങളനുസരിച്ച് നമുക്ക് ഈ ഉപരത്നങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ മനുഷ്യ ശരീരത്തിൽ പ്രധാനമായിട്ടും 7 ചക്രങ്ങളുണ്ടെന്നുള്ളതാണ്. അപ്പം ഈ 7 ചക്രങ്ങൾക്ക് 7 നിറങ്ങളാണ്. മഴവില്ലിൻ്റെ 7 നിറങ്ങളാണ് 7 ചക്രങ്ങളും. അപ്പോൾ അത് ക്രൗൺ ചക്രം മുതൽ മൂലാധാരം വരെ, റൂട്ട് ചക്ര വരെയാണ് 7 ചക്രങ്ങൾ ഉള്ളത്. അപ്പോൾ ഓരോ ചക്രവും ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ സ്റ്റോൺസ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഓരോ ചക്രങ്ങളുടെ നിറങ്ങളനുസരിച്ച് അതിനെ ക്ലെൻസ് ചെയ്യാനും അതിൻ്റെ എനർജി കൂട്ടാനുമായിട്ട് നമുക്ക് നിറങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ത്രോട്ട് പ്രോബ്ലം ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അതുപോലെ നീല പോലുള്ള രത്നങ്ങൾ ധരിക്കുന്നത് അത് പെട്ടെന്ന് ആക്റ്റീവ് ആവാൻ നല്ലതായിട്ടാണ്. അതുപോലെ തന്നെ ഹാർട്ട് ചക്രയുടെ നിറം എന്ന് പറയുന്നത് റോസും ഗ്രീനുമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇത്തരം നിറങ്ങൾ ഉപയോഗിക്കുന്നത് ഹാർട്ട് ചക്ര ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് നല്ലതാണ്. അതുപോലെ നമുക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് ചക്രങ്ങളെപ്പറ്റി പറയുമ്പോൾ റൂട്ട് ചക്രയുമായിട്ട് അത് ബന്ധപ്പെട്ട് നിൽക്കുന്നു. അപ്പോൾ നമ്മുടെ റൂട്ട് ചക്ര ആക്ടിവേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിലേക്ക് വെൽത്ത് വരുമെന്നാണ് സ്റ്റോൺസിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ചക്രങ്ങളിലും പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റൂട്ട് ചക്രയുടെ നിറം എന്ന് പറയുന്നത് ചുവപ്പാണ്. അപ്പോൾ അത്തരത്തിലുള്ള നിറങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, അത്തരത്തിലുള്ള നിറത്തിലുള്ള സ്റ്റോണുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിനെ കറക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഒരുപാട് സ്റ്റോൺസ് ഉണ്ട്. ഇപ്പോഴത്തെ അമത്തിസ്റ്റ് എന്ന് പറയുന്നൊരു സ്റ്റോണുണ്ട്. അമത്തിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ വലിച്ചെടുക്കുകയും പോസിറ്റീവായിട്ട് ഊർജ്ജത്തെ അത് തരികയും ചെയ്യുന്ന ഒരു സ്റ്റോണാണ്. അത് ഈ സ്റ്റോൺസ് എല്ലാം അത്തരത്തിൽ തന്നെയാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു റൂമിൽ നെഗറ്റീവായിട്ടുള്ള ഒരു എനർജി ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ലൊരു ക്ലസ്റ്റർ അവിടെ പ്രോഗ്രാം ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നെഗറ്റീവ് ഊർജ്ജത്തെ വലിച്ചെടുത്ത് നമുക്ക് ഒരു പോസിറ്റീവ് എനർജി ആ റൂമിലേക്ക് കൊണ്ടുതരാനായിട്ട് ക്ലസ്റ്ററുകൾക്ക് സാധിക്കുന്നതാണ്. ഇത് നമുക്ക് വീടുകളിൽ ഉപയോഗിക്കാം, വ്യാപാര സ്ഥാപനങ്ങളിൽ ഉപയോഗിക്കാം. ഇന്ന് ഒരുപാട് ആൾക്കാർ നമ്മളെ ബ്രേസ്ലെറ്റ് ആയിട്ടായാലും മാലകളായിട്ടായാലും ഇത് വാങ്ങിച്ചിട്ട് നല്ല റിസൾട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ട് നമുക്ക് അഭിവൃദ്ധി ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റോൺസ് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഈ പറയുന്ന ഓരോ സ്റ്റോൺസിനെ പറ്റി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അതിനെപ്പറ്റി അറിയാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ തുടർന്നുള്ള നമ്മുടെ പ്രോഗ്രാമുകളിൽ ഒരുപാട് സ്റ്റോണുകളെ പറ്റിയും അതിൻ്റെ ഓരോ സ്റ്റോണിൻ്റെ നിറങ്ങൾ, അതിൻ്റെ പേരെന്താണ്, ഇത് നമുക്ക് എന്താവശ്യത്തിന് ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നതായിരിക്കും. അതുപോലെ നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു സ്റ്റോൺ എന്ന് പറയുന്നത് സിട്രിനാണ്. സിട്രിൻ ഉപയോഗിക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ സിട്രിനിലേക്ക് വെൽത്തിനെ അട്രാക്റ്റ് ചെയ്യുമെന്നുള്ളതാണ് സിട്രിൻ്റെ സ്റ്റോൺ പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ബ്രേസ്ലെറ്റായിട്ട് ധരിക്കാം, നമുക്ക് അതിൻ്റെ മാലയായിട്ട് ധരിക്കാം, അതല്ലെങ്കിൽ അതിൻ്റെ ചെറിയ ചെറിയ സ്റ്റോൺസ് ആയിട്ട് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇത് നമ്മുടെ ക്യാഷ് ബോക്സിനകത്ത് വെക്കാം, അതല്ലെങ്കിൽ നമ്മൾ കൊണ്ട് നടക്കുന്ന പേഴ്സിനകത്ത് സൂക്ഷിക്കാം. അപ്പോൾ നമ്മളിലേക്ക് ശരിക്കും വെൽത്തിന് ഇത് അട്രാക്റ്റ് ചെയ്യും. പിന്നെ ചെറിയ ചെറിയ സ്റ്റോൺസ് ആണെങ്കിൽ നമുക്ക് മോതിരമായിട്ടും ഒക്കെ അത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് സിട്രിൻ്റെ സ്റ്റോൺ ഉപയോഗിക്കാം. അത് കഴിഞ്ഞിട്ട് കർണീലിയൻ എന്ന് പറയുന്നൊരു സ്റ്റോൺ ഉണ്ട്. അപ്പോൾ നമുക്ക് തൊഴിൽ അന്വേഷിച്ച് നടക്കുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ ആ തൊഴിൽ കിട്ടാനും, അല്ലെങ്കിൽ തൊഴിൽപരമായിട്ട് നമുക്ക് അഭിവൃദ്ധി അല്ലെങ്കിൽ പ്രൊമോഷൻ, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു തൊഴിൽ കയറി, പക്ഷേ ഇത് ഇത്രയും നാളായിട്ടും ആ തൊഴിലിന് നമുക്കൊരു സ്ഥിരത വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കത് സ്ഥിരത കിട്ടാനും ഒക്കെ ഈ കർണീലിയൻ്റെ സ്റ്റോൺസ് ഉപയോഗിക്കും. ഇതൊക്കെ നമ്മളെ ഇത് കണക്കുള്ള വീഡിയോകളിൽ പറഞ്ഞ ആൾക്കാർ നമ്മുടെ വാങ്ങിച്ചിട്ട് ഒത്തിരി റിസൾട്ട് അവർ തന്നെ വിളിച്ചു പറയുന്ന സ്റ്റോണുകളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന പറഞ്ഞാൽ കുട്ടികളുടെ വൈറ്റ് ഒരു സ്റ്റോൺ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മാലയുണ്ട്, അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബ്രേസ്ലെറ്റ് ഉണ്ട്, ഇതിൻ്റെ ചെറിയ പെൻഡൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് പ്രോഗ്രാം ചെയ്ത്, ഇപ്പോൾ എല്ലാ സ്റ്റോണുകളും നമ്മൾ പ്രോഗ്രാം ചെയ്താണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വാങ്ങിക്കുന്നവർക്ക് എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യുന്നത് എന്നുള്ളതും കൂടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ പ്രോഗ്രാം ചെയ്ത് നമുക്ക് ധരിക്കാവുന്നതാണ്. അത് പറയും ചിലർ ഇപ്പം വാസ്തു കൺസൾട്ടിങ്ങിന് പോകാൻ അല്ലെങ്കിൽ ഫെങ് ഷുയി കൺസൾട്ടിങ്ങിന് പോകുമ്പോൾ പല
വീടുകളിലും പലതരത്തിലുള്ള ഊർജ്ജം ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ചില വീടുകളിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള നെഗറ്റീവ് എനർജി നമ്മളെ ബാധിക്കാതിരിക്കാനും നമുക്കതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടാനുമായിട്ട് ബ്ലാക്ക് ടൊർമാലിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രേസ്ലെറ്റ് അല്ലെങ്കിൽ ഒരു പെൻഡൻറ്റ് നമുക്ക് ഉപയോഗിക്കാം. ബ്രേസ്ലെറ്റ് അല്ല, പെൻഡൻ്റാണ് അത് കൂടുതലായിട്ടും വരുന്നത്. അപ്പോൾ ആ സ്റ്റോൺ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ടൈഗർ ഐ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പോൾ പേരിൽ തന്നെ ഉണ്ട്, കടുവാക്കണ്ണ് പോലെയാണ് അതിൻ്റെ ഓരോ ബീഡുകളും ഇരിക്കുന്നത്. അപ്പോൾ അത് നമ്മളൊരു വ്യക്തിക്ക് ധരിക്കുന്ന സമയത്തെന്ന് പറഞ്ഞാൽ നല്ല ഊർജ്ജസ്വലനായിരിക്കാനും എപ്പോഴും നല്ല ആക്റ്റീവായിട്ടിരിക്കാനും ഈ ടൈഗർ ഐ നമ്മളെ സഹായിക്കുന്നതാണ്. അങ്ങനെ ഓരോ സ്റ്റോണുകൾക്കും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്, അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. ഇന്ന് ഒരുപാട് ആൾക്കാർ ബ്രേസ്ലെറ്റായിട്ടും മാലകളായിട്ടൊക്കെ സ്റ്റോൺസ് ഉപയോഗിക്കുന്നുണ്ട്. നല്ല റിസൾട്ട് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ സ്റ്റോണുകളും നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഓരോരുത്തരും അത് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കും. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് സ്റ്റോൺ നിന്ന് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റുകളും കിട്ടുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് ഒരാൾ സിഫ്റ്റിൻ്റെ ഒരു മാല വാങ്ങിച്ചിട്ട് ഇദ്ദേഹം അത് ഇട്ടിട്ട് കുളിക്കുകയോ മറ്റോ എന്തോ ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിനകത്തുനിന്ന് ഒരു ഇനാമി പെയിൻറ്റ് ഇളകുന്നത് പോലെ ഇതിൻ്റെ കോട്ടിങ് ഇളകിപ്പോയി ഇത് വെള്ളമുത്തായി മാറി. അതെന്ന് പറഞ്ഞാൽ സിഫ്റ്റിൻ്റെ സ്റ്റോൺ അല്ല. സിഫ്റ്റിൻ്റെ സ്റ്റോൺ അങ്ങനെ ഒരിക്കലും അതിൻ്റെ ഇത് പെയിൻറ്റ് ഇളകി പോകുന്ന കണക്ക് പോകില്ല. ഒരു സ്റ്റോണും അങ്ങനെ പോകില്ല. അപ്പോൾ അത്തരത്തിലുള്ള നെഗറ്റീവ് സ്റ്റോൺ ഡ്യൂപ്ലിക്കേറ്റ് സ്റ്റോണുകളല്ല, ഒറിജിനൽ സ്റ്റോണുകളാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.